ഇനി ഞാൻ പങ്കുവയ്ക്കുന്നൊരു ഈ അടുത്തുകൾ സംഭവിച്ചൊരു വലിയൊരു സംഭവമാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടുന്ന സംഭവം. അതൊക്കെ അറിയില്ല, ആ ലോകത്തിനും അറിയില്ല. അവിടെ പറയുകയാണ്, ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ട്വിഡിസിൻ്റെ ഒരു വലിയ ശുശ്രൂഷ അയർലൻഡ് എന്ന രാജ്യത്ത് നടത്തി. അയർലൻഡിലെ ഗാൽവേ എന്ന സ്ഥലത്താണ് അത് നടത്തപ്പെട്ടത്. 2023 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്കവിടെ അന്ന് കൂട്ടായ്മകളൊന്നുമില്ല. ഒരു ചെറിയ കൂട്ടായ്മയുടെ ആരംഭിച്ചു. അതുകൂടി ഞാൻ പറയുകയാണ്. ഈ കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നുമായിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സുമാരായിട്ട് ജോലി ചേർന്ന 13 ആളുകൾ ഇവരവിടെ ചെന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കെല്ലാം മനസ്സിലായി തുടരാൻ സാധിക്കത്തില്ല, അവരെല്ലാം ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം അവരുടെ ആരുടെയും ജോലി തൃപ്തരല്ല. ഇവരെല്ലാവരും മടങ്ങി നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നു. അതിന് മുമ്പ് അവിടെ ചെന്ന് ജോലി ചെയ്ത 6 മലയാളികൾ ജോലി നഷ്ടപ്പെട്ട് മടങ്ങി പോകേണ്ടി വന്നു. അപ്പോൾ ആ 13 പേരിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി 10 വർഷം മുമ്പ് ധ്യാനം കൂടിയതാണ്. അവർ സൗദി അറേബ്യയിലായിരുന്നു. അതിനുശേഷം ഈ അയർലൻഡിൽ ജോലി കിട്ടി അവിടെ വന്നു. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ അവസ്ഥ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എല്ലാവരും ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ മകളെ യാതൊരു പരിചയവുമില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഈ വിദേശ നമ്പർ കണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു സ്വീഡിഷാണ്. പക്ഷേ ഞാൻ 5-6 വർഷമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല കൂട്ടായ്മയായിട്ട്. കാരണം വിദേശത്താണ്. അപ്പോൾ ഇവിടെ വന്നു. ഞങ്ങൾ 13 പേരുണ്ട്. ഒരു മംഗലാപുരംകാരിയും ബാക്കി 12 പേര് കേരളക്കാരുമാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാം ജോലി അവർ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിൽക്കുന്നത്. അവിടെ ബ്രദർ പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ തന്നെ ഫോണിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുറേ കാര്യം പറഞ്ഞു കൊടുത്തു. അവർ പോസിറ്റീവായിട്ട് എടുത്തു. ഇവിടെ അവസാനം ആ 13 പേരെയും ആ ഹോസ്പിറ്റലിൽ അവർ സ്ഥിരപ്പെടുത്തി. ആരെയും അവിടെ പറഞ്ഞു വിട്ടില്ല. അതും അഭിഷേകത്തിൻ്റെ വലിയ പ്രവൃത്തിയായിട്ട് മാറി അവിടെ. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മുമ്പ് പോയിട്ടുള്ള അയർലൻഡിലുള്ള മറ്റുള്ള സ്വീഡിഷുകാരൊക്കെ ബന്ധപ്പെട്ട് ഒരു കൂട്ടായ്മ ആരംഭിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ UK ചെല്ലുമ്പോൾ അയർലൻഡിലേക്ക് പോകാൻ തീരുമാനമെടുത്ത് അയർലൻഡിൽ ഒരു ശുശ്രൂഷ എടുക്കുകയാണ്. അത് ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ്. അപ്പോൾ ഈ ശുശ്രൂഷ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് വേറൊരു യുവാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളിയാണ്, പക്ഷേ ആ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഉത്സവം, നമ്മുടെ ധ്യാനം കൂടിയിട്ടില്ല, വലിയ ഉത്സാഹമായി ഈ ശുശ്രൂഷ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വ്യക്തി എന്തെന്നറിയാവോ, ഞാൻ അയച്ചു കൊടുത്ത ഈ പരസ്യം ബോർഡ് കാർഡ് അദ്ദേഹത്തിൻ്റെ ഗാൽവേയിലുള്ള പള്ളി, മലയാളി പള്ളിയുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഇത് കണ്ടപ്പോഴേക്കും ആൾക്കാരൊക്കെ ഇളകി, അച്ഛൻ ഇളകി, ഭയങ്കര പ്രശ്നമായി, വലിയ ബഹളമായി. അവിടെ നടത്താൻ പാടില്ലെന്നായി. ഇവരെ വിളിച്ച്, ഈ സഹോദരിയെ വിളിച്ച് ഭയങ്കര ഭീഷണിയായി. ഇവരെ വിളിച്ച് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. സ്വന്തം നാട്ടിൽ നിൻ്റെ ഇടവപ്പള്ളിയിൽ അറിയിക്കും, നിൻ്റെ പള്ളി കയറ്റിലൊക്കെ പറയും. അതങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി, പുരോഹിതന്മാർ ഭീഷണിപ്പെടുത്തി. അവിടെ എല്ലാം ഈ സ്ത്രീ ഉറച്ചു നിന്നുള്ളതാണ്. ഒരു ഭയത്തിന് ഇടം കൊടുക്കാതെ അവരോട് ഇല്ലച്ചാ എനിക്കറിയാം, എനിക്ക് അവരെ അറിയാം, ടോംസ് ബ്രദറിനെ അറിയാം, കാതിരം മറിയത്തെ അറിയാം, ഈ അഭിഷേകത്തെ എനിക്കറിയാം, ഇത്രയും വർഷമായിട്ട് ഈ ശുശ്രൂഷ നടക്കുന്ന ലോകത്തിന് ആവശ്യമാണ്. അവിടെ അച്ഛനെന്തു പറഞ്ഞാൽ ഞാൻ മാറിപ്പോയില്ലെന്ന് പറഞ്ഞു. അവർ മാറിപ്പോയില്ല. ആ ശുശ്രൂഷ അനൗൺസ് ചെയ്തു. അപ്പോഴത്തേക്കും ഇവർ പള്ളിയിൽ നിന്നും ഒരു നോട്ടീസൊക്കെ ഇറക്കി. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ആ ഗ്രൂപ്പിലിട്ടു. കാരണം ഞാൻ ഇട്ടത് എല്ലാവരും കേൾക്കണം, അച്ഛന്മാരും കേൾക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓഡിയോകൾ കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 100% കത്തോലിക്ക വിശ്വാസികൾ ആയിരുന്ന രാജ്യമാണ് അയർലൻഡ്. കത്തോലിക്ക വിശ്വാസത്തിന് നെടും കോട്ടയായിരുന്നു. പരിശുദ്ധ കന്യാമറിയം രാജ്ഞിയായ ഒരു രാജ്യം. ആ രാജ്യത്താണ് ലോകത്തിൽ ആദ്യമായിട്ട് സ്വവർഗ വിവാഹമെന്ന പൈശാചിക പ്രവൃത്തിയെ സർക്കാർ അംഗീകരിച്ചത്. വോട്ടെടുപ്പിലൂടെ 67% ക്രൈസ്തവർ, കത്തോലിക്കർ വോട്ട് ചെയ്തു, തങ്ങൾക്ക് സ്വർഗഭോഗം വേണം. ആ രാജ്യമാണ് അയർലൻഡ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മൂക്കിൻ്റെ കീഴിൽ നിന്ന് സാത്താൻ കൊള്ളയടിച്ചു കൊണ്ടുപോയ കത്തോലിക്കരാണ്. എത്രയോ വർഷങ്ങളായിട്ട് നിയമം കൊണ്ടുവന്ന് അവർ സ്വർഗഭോഗത്തെ സാധൂകരിച്ചു. അയർലൻഡിൽ ആരംഭിച്ച ഈ പിശാചിൻ്റെ വിപ്ലവം
അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം പടർന്നു. മറ്റനേകം രാജ്യങ്ങൾ അതിന് ശേഷമാണ് അത് നിയമസാധുത കൊടുത്തത്. പിശാചിൻ്റെ ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച 100% കത്തോലിക്ക വിശ്വാസമുണ്ടായിരുന്ന അയർലൻഡിൽ പരിശുദ്ധ കന്യാമരത്തിൻ്റെ കാൽക്കീഴിൽ നിന്ന് ശത്രു ഇത്രയും ജനത്തെ കൊള്ളയടിച്ച് ഈ ഒരു പൈശാചിക നിയമം, സൊദോം ഗൊമോറയുടെ ആ പൈശാചികതയെ അവനിവിടെ കൊണ്ടുവന്നപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും അടിമതി കിടക്കുന്ന ജനമാണ്. ആ ജനത്തെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ഇപ്പോൾ പരിശുദ്ധ കന്യാമറിയം ടോം സക്രിയയെയും സ്വീഡീഷിനെയും അയർലൻഡിലേക്ക് വിളിച്ചിരിക്കുക. ആ ദുഷ്ടസർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കർത്താവിൻ്റെ അഭിഷേകവും ഈ ദിവസങ്ങളിൽ അയർലൻഡിൽ വരാൻ പോകുന്നത്. അതിൽ മനുഷ്യർ എന്തിനാണ് വിരൽ പിടിക്കുന്നത്? അവരെന്തിനാണ് ഭയപ്പെടുന്നത്? പുരോഹിതന്മാരെന്ന് പറഞ്ഞ് എന്തിനാണ് ഭയപ്പെടുന്നത്? ദൈവമാതാവിൻ്റെ, എൻ്റെ അമ്മയും സ്വർഗീയ രാജ്ഞിയുമായ പരിശുദ്ധ കന്യാമരത്തിൻ്റെ കാൽക്കീഴിൽ നിന്നും ഇത്രയും ജനങ്ങളെ കൊള്ളയടിച്ച് ഒരു രാജ്യത്തെ, അത് കത്തോലിക്ക വിശ്വാസത്തെ നെടുങ്കോട്ടയായ രാജ്യത്തെ ഒരു വലിയ മ്ലേച്ഛതയ്ക്ക് ഇരയാക്കിയ ദുഷ്ടപിശാചിൻ്റെ ചകിട്ടത്ത് അടിക്കണ്ടയോ? അവൻ്റെ തലയെ തകർക്കണ്ടയോ? അതിന് ശക്തിയും അധികാരമുള്ളത് ലോകത്തിൽ മറ്റാർക്കുമില്ല. എന്നാൽ ആ ശക്തിയും അധികാരവുമായി സ്വീഡിഷ് കടന്നു വരികയാണ്. ടോം സക്രിയ കടന്നു വരികയാണ് അയർലൻഡിൽ. അതിനുവേണ്ടിയാണ് കടന്നു വരുന്നത്. പണ്ട് ഒരു രാജാവ്, സൗൾ എന്നൊരു രാജാവ് പരിശുദ്ധാത്മാവിന് അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. ഇസ്രായേൽ രാജാവായിരുന്നു. ആ രാജ്യത്തെയും രാജാവിനെയും ആക്രമിക്കാൻ വേണ്ടി ഗോലിയാത്ത് എന്നൊരു മല്ലൻ ഫിലിസ്ത്യരുടെ ഇടയിൽ നിന്ന് കടന്നു വന്നു, വെല്ലുവിളിച്ചു. വചനം പറയുന്നുണ്ട്, 40 ദിവസം ഈ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേട്ട് ഇസ്രായേൽക്കാർ ഭയന്നോടി. 40ാമത്തെ ദിവസമാണ് ദാവീദ് തൻ്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി അപ്പൻ കൊടുത്തു വിട്ട അപ്പവും ഭക്ഷണ സാധനവുമായി ഇവൻ വരുമ്പോൾ ഇവൻ കാണുന്ന യുദ്ധരംഗമാണ് കാണുന്നത്. ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ പട്ടികളെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേലത്തെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ദാവീദിൻ്റെ ആത്മാവ് ഉണർന്നു. അവൻ്റെ ചോര തിളച്ചു. അവൻ വിളിച്ചു ചോദിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന ഈ അപരിച്ഛേദരെ വധിക്കാൻ ഇവിടെ ആരുമില്ലേ? എന്തൊരു ചോദ്യമായിരുന്നത്! ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന ഈ അപരിച്ഛേദനെ വധിക്കാൻ ഇവിടെ ആരുമില്ലേ? അവൻ പറഞ്ഞു, ഞാനിവനെ വധിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ബാലനായ യുവാവായ ദാവീദിൻ്റെ കരം കൊണ്ട് ഗോലിയാത്ത് വധിക്കപ്പെട്ടു. 40 ദിവസം ഇസ്രായേലിനെ ഭയപ്പെടുത്തിയ ഒരു ഭീകരനെ ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവനെ വധിച്ചു കളഞ്ഞു. ഇന്നും നമുക്കെതിരെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ഗോലിയാത്തുകളെ തകർക്കണമെങ്കിൽ കർത്താവിന് വലിയ ശക്തി വേണം, വലിയ അഭിഷേകം വേണം. ഇതാ ഈ അയർലൻഡിനെ ഇത്രയും വർഷങ്ങൾ വിറപ്പിച്ച് വെല്ലുവിളിച്ച് കത്തോലിക്ക വിശ്വാസത്തെ അവഹേളിച്ച് അപമാനിച്ച ദുഷ്ടസർപ്പത്തിൻ്റെ തലയെ തകർക്കണ്ടയോ? ഇനിയും അതിന് അടിമത്തിലാണ് ഞാൻ കിടക്കേണ്ടത്? ഇല്ല. സ്വീഡിഷിൻ്റെ അഭിഷേകം അതാണ്, സ്പിരിറ്റ് ഇൻ ജീസസ്. അത് ഉന്നതത്തിൽ നയിക്കപ്പെട്ട അഭിഷേകമാണ്. ആ നാമവും അത് ഉന്നതത്തിൽ നൽകപ്പെട്ടതാണ്. യേശുവിനെ നയിച്ച അഭിഷേകം. ആ അഭിഷേകത്തെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. ഈ അവസാന നാളുകളിൽ നഷ്ടപ്പെട്ട കോടിക്കണക്കിന് ആത്മാക്കളെ വീണ്ടെടുക്കുവാനായിട്ട്. യേശുവിൻ്റെ 2ാം വരവിന് മുമ്പ് ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്തുവിൻ്റെ സഭയായ കത്തോലിക്ക സഭയെ രൂപാന്തരപ്പെടുത്തി അത് ക്രിസ്തുവിൻ്റെതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം വെച്ച അഭിഷേകമാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. പക്ഷേ ഇതാരും അംഗീകരിക്കുന്നില്ല, ഇതാർക്കും വേണ്ട. യേശുവിനെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 10 മുതൽ വചനങ്ങളിൽ, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല, അവനെ സ്വീകരിച്ചില്ല. ഇന്നും അതുതന്നെ സംഭവിച്ചു. കർത്താവിൻ്റെ അഭിഷേകം വന്നപ്പോൾ അതിനെ ലോകം എതിർത്തു. അന്ന് പുരോഹിതന്മാർ എതിർത്തു. യഹൂദ പുരോഹിതന്മാർ യേശുവിനെ ശക്തമായി എതിർത്തു. യേശുവിനെ കൊല്ലാൻ വേണ്ടി മാത്രം അവർ നടന്നു, നശിപ്പിക്കാൻ വേണ്ടി പുറകെ നടന്നു. ഇന്നും അതിനെ സംഭവിക്കുന്നു. ആ പുരോഹിതന്മാരുടെ പിന്തുടർച്ചക്കാരായി കത്തോലിക്ക സഭയിലുള്ള പുരോഹിതന്മാർ എന്തിൻ്റെ പേരില്ല? അന്ധതയുടെ പേരിൽ, അഹങ്കാരത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിലാണ് എതിർക്കപ്പെടുന്നത്? എന്ത് തെറ്റായ പഠനമാണ് സ്വീഡിഷ് കൊണ്ടുവന്നിട്ടുള്ളത്? തെളിയിക്കട്ടെ അവരെ.
ആരെങ്കിലും ലോകത്തിലൂടെ തെളിയിക്കാനായിട്ട് ഇന്ന പാഠം തെറ്റാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ നാവ് പൊങ്ങില്ല. വെറുതെ വീമ്പിളക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്പെൻഡിസ്റ്റ് പഠിപ്പിച്ച എല്ലാം സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതനേകം മനുഷ്യരെ രക്ഷയ്ക്ക് വീണ്ടെടുപ്പിനും കാരണമായിട്ട് മാറി. കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. എത്രയോ ആത്മഹത്യയിലേക്ക് പോയി എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, നാശത്തിൽ രക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ, വചനമനുസരിക്കാതെ ഇന്ന് മനുഷ്യരെ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ഒരുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും കത്തോലിക്കനാണെന്ന് പറയുകയും എന്നാൽ ജീവിതം കൊണ്ട് ഒന്നുമല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ അപരിശുദ്ധാത്മാവ് അത് അഭിഷേകമായി, അത് സ്പിരിറ്റ് അഭിഷേകമായ ലോകത്തിലേക്ക് അയക്കപ്പെട്ട് ഈ അഭിഷേകത്തിലൂടെ മനുഷ്യന് വചനം കൊടുത്ത് അവനെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ ജനമാക്കി മാറ്റി. അവരാണ് സ്പിരിറ്റിസ്റ്റിൻ്റെ കൂട്ടായ്മ എന്ന് പറയുക. അത് പൈശാചികമെന്ന് പറയുന്നവൻ്റെ നാവ്. ആ നാവിൽ എന്താണ് സംഭവിക്കാൻ പോവുക? കാരണം കർത്താവിൻ്റെ അഭിഷേകത്തെയാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നോട് കൂടി അല്ലാതെ തന്നെ എതിരാളിയാണ്. എനിക്കെതിരെ എന്ത് പറഞ്ഞാലും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരെ ദൂഷണം ക്ഷമിക്കപ്പെട്ടതില്ല, ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. ഇത് ദൂഷണമാണിത്. സ്പിരിറ്റിസ്റ്റിനെ പൈശാചി എന്ന് വിളിച്ചത് ദൂഷണമാണ്. അത് ആത്മാവിനെതിരെയുള്ള ദൂഷണമാണ്, ക്ഷമിക്കപ്പെടാത്ത വലിയ പാപമാണ്. അതിൻ്റെ പരിണതഫലം വലിയ നാശമാണ്. അറിയില്ലെങ്കിൽ മിണ്ടരുത്. പക്ഷേ എല്ലാവരും അറിവുള്ളവരായിട്ട് ഭാവിക്കുകയാണ്. അത് വലിയ നാശം വരുത്തി വയ്ക്കും. ആരെയും സ്പിരിറ്റിസ്റ്റ് ആരെയും നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ആരെയും സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. പക്ഷേ അനാവശ്യമായിട്ട് എതിർക്കുമ്പോൾ അത് ഉത്തരം കർത്താവിൽ നിന്ന് വരും. കാരണം സ്പിരിറ്റിസ്റ്റ് ശക്തിയാണ്, കർത്താവിൻ്റെ പാറയാണ്. ഇടിക്കുന്നത് മനുഷ്യക്കെട്ടല്ല, ടോംസെക്കരക്കെട്ടല്ല ഇടിക്കുന്നത്, കർത്താവിൻ്റെ പദ്ധതിക്കെട്ട് അവർ ഇടിക്കുന്നത്. അതിൻ്റെ ഭരണഫലം അവർ അറിയും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കണ്ടതാണ്, അനേകയിൽ കണ്ടതാണത്. ദൈവം കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അജ്ഞതരെ വെച്ചുകൊണ്ട് ഒരിക്കലും ആക്രമിക്കാനും വരരുത്. പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിൽ കിടക്കുന്ന ജനത്തെ രക്ഷിക്കാൻ ഇന്ന് ലോകത്തിൽ മറ്റൊന്നുമില്ല. അത്രമാത്രം പൈശാചിക ആധിപത്യമാണ് മനുഷ്യരിലുള്ളത്. അതിൽ മനുഷ്യന് മോചനമില്ല. ബാഹ്യമായ തലത്തിൽ അനേകരും ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നു. എന്നാൽ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എത്ര പേർക്കുണ്ട്? മദ്യപാനവും വ്യഭിചാരവും സ്വർഗഭോഗവും നീലചിത്രങ്ങളൊക്കെ ഇന്ന് മനുഷ്യരെ ഭരിക്കുമ്പോൾ എവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്? എന്നാൽ ഇതാ സ്പിരിറ്റിസ്റ്റിൻ്റെ അഭിഷേകം മനുഷ്യനെ വീണ്ടെടുത്ത് അവനെ വിശുദ്ധീകരിക്കുന്നതാണ്. അതാണ് സ്പിരിറ്റിസ്റ്റ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം വിളിച്ചിട്ടാണ്, അമ്മയുടെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അയർലൻഡിലേക്ക് വരുന്നത്. അത് മനുഷ്യൻ്റെയും അനുവാദത്തിന് വേണ്ടി കാത്തുനിന്നിട്ടല്ല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ അയർലൻഡിൽ വരുന്നു, ശുശ്രൂഷ നടത്തുന്നു, അവിടെയുള്ള സാത്താൻ ആധിപത്യങ്ങൾ തകർക്കുന്നു. അത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. സഭ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഞങ്ങളുടെ വിളി അതാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അയർലൻഡിലെ മാതാവേ, ആ രാജ്യത്തിൻ്റെ രാജ്ഞിയെ പരിശുദ്ധ മറിയം ഇതാ ദാസര് കടന്നു വരുന്നു. മാതാവിൻ്റെ അധികാരം, മറിയത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ സംരക്ഷണം, ആധിപത്യം ഞങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എതിരെ വരുന്ന ശത്രുക്കളെല്ലാം ചിതറിക്കപ്പെട്ടു പോകട്ടെ. അവരറിയട്ടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായി എന്ന് അവരറിയാൻ ഇടവരുത്തണമേ. ആമേൻ, ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പരിശുദ്ധ മറിയമേ ദൈവപുത്രനുടെ മാതാവേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഓഡിയോ അച്ചമ്മടെ കിട്ടി. അതിന് മറുപടിയായിട്ട് അവിടുത്തെ അധികാരിയായ ഒരു പുരോഹിതനിട്ട ഇടവകയ്ക്ക് കൊടുത്ത ലെറ്ററാണ് ഞാൻ അവിടെ വായിക്കുന്നത്. നിങ്ങൾ കേട്ടിരിക്കണം എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, സഭയോട് ചേർന്നല്ലാതെ നടത്തുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ഒരു വിശദീകരണ കുറിപ്പ്. 22/8/2023 SMC ഗാൽവേ നൽകിയ അറിയിപ്പിന് സ്പിരിറ്റ് ജീസസ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രൂപ്പിൻ്റെ മിറക്കിൾസ് ആൻഡ് റോസറി എന്ന പ്രാർത്ഥന പരിപാടിയുടെ ലീഡർ നൽകിയ വോയിസ് മെസ്സേജ് കേൾക്കാനിടയായി. കത്തോലിക്കാ സഭയോട് ചേർന്നോ സഭയുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ അറിവോ അനുമതിയില്ലാതെയാണ് ഈ പരിപാടി ഗാൽവയിൽ നടത്തപ്പെടുന്നതെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. വോയിസ് മെസ്സേജ് വിശദാംശങ്ങൾ മനസ്സിലായത് ഇങ്ങനെയാണ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്ന പാപികൾ, സ്വർഗ അനുരാഗികൾ, അയർലൻഡിലെ സിവിൽ ലോ അനുസരിച്ചുള്ള സ്വർഗ വിവാഹിതർ, സ്വർഗഭോഗികൾ,
പിന്നെ വ്യഭിചാരം, നീലചിത്രങ്ങൾ, മദ്യപാനം ഇവയ്ക്ക് അടിമപ്പെട്ടവർ. ചില സംശയങ്ങൾ ഈ അവസ്ഥയിലുള്ളവരെ, ചില സംശയം ഇതാണ്: ഈ അവസ്ഥയിലുള്ളവരെ ആണോ ഇതിലേക്ക് പരസ്യമായി ക്ഷണിക്കുന്നത്? ഇങ്ങനെയുള്ളവർ ആണോ പങ്കെടുക്കേണ്ടത്? ഇതിൻ്റെ പ്രചാരകരും ഈ അവസ്ഥയിൽ അകപ്പെട്ടു പോയവരാണോ? വിടുതൽ കിട്ടാത്തവരാണോ? ഒരു പുരോഹിതനയച്ച വിഷമാണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ? അടുത്തത്, രണ്ടാമത്തത്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സഭകൾ നടത്തുന്ന ശുശ്രൂഷകൾ ഒന്നും ഇവർക്കില്ല. നോ സർവീസ് ഓഫ് പ്രീസ്റ്റ്, യൂക്കറിസ്റ്റ്, കുർബാന, കൺഫെഷൻ, അഡോറേഷൻ, കൗൺസിലിംഗ്, ആൻഡ് ദിസ് ഈസ് നോട്ട് ഈവൻ ഇൻ ദ ചർച്ച്. സഭയുടെ പഠനവും പാരമ്പര്യവും ഇങ്ങനെയുള്ള പാവാവസ്ഥകളിൽ പെട്ടുപോയവർക്ക് വിടുതൽ ലഭിക്കുന്നത് കുമ്പസാരത്തിലൂടെയും കുർബാനയുടെ അനുഗ്രഹങ്ങളിലൂടെയും പുരോഹിതൻ്റെ ആശ്രയ പ്രാർത്ഥനയിലൂടെയുമാണ്. ഇദ്ദേഹം പറയുന്നു, ഇത് നടത്തപ്പെടുന്നത് ഇതുപോലുള്ള പാപങ്ങളിൽ പെട്ടുപോയ അയർലൻഡിലെ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവം നേരിട്ട് അദ്ദേഹത്തിന് അധികാരം നൽകിയിരിക്കുന്നു. 4, മാതാവിൻ്റെ കാൽക്കീഴിൽ നിന്ന് പിശാച് തട്ടിയെടുത്തുകൊണ്ടുപോയ ഇവരെ തിരികെ കൊണ്ടുവരാൻ മാതാവ് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയർലൻഡിലേക്ക് വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് വരികയാണ്. 5, പിശാചിനെ ചേട്ടത്തടിക്കാൻ, തല തകർക്കാൻ മറ്റാർക്കും ഭൂമിയിൽ അധികാരം ഇല്ല, അദ്ദേഹത്തിന് മാത്രം. അതിനാൽ ഇവിടെ വരാൻ, പ്രാർത്ഥന നടത്താൻ ആരുടെയും അനുവാദം വേണ്ട. അദ്ദേഹം ബലഭീക്കുന്നു. 6ാമത്തെ പോയിൻ്റാണ്, അദ്ദേഹം ബലഭീക്കുന്നു. വർഷങ്ങളായി ഈ ശുശ്രൂഷ ആരും അംഗീകരിക്കുന്നില്ല, ആർക്കും വേണ്ട. ബ്രാക്കറ്റിൽ കാരണം മനസ്സിലായല്ലോ, സഭയോട് ചേർന്നുള്ളതല്ല ഇതൊന്നും. ഇങ്ങനെ തെറ്റായ സന്ദേശം നൽകുന്നവരെ സൂക്ഷിക്കുക. അവരുടെ പിന്നാലെ പോകുന്നവരും പ്രചാരകരും തെറ്റ് മനസ്സിലാക്കി പിന്മാറുക. സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഈ ഗ്രൂപ്പുമായി കേരളത്തിലെ സഭാ നേതൃത്വം പലവട്ടം ചർച്ചകൾ നടത്തിയതാണ്. നാട്ടിൽ ഈ ഗ്രൂപ്പിൻ്റെ പിന്നാലെ പോയവ കുടുംബങ്ങൾ ഇടവക പള്ളിയിൽ നിന്നും കുർബാന, കുമ്പസാരം എന്നിവയിൽ നിന്നും അകന്നുപോയാണ് ജീവിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊന്തയും മാതാവും ഒരു മറ മാത്രമാണ്. ഇതിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടവർ ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഇപ്പോഴും ഇവർ സഭയുടെ ആത്മീയ നേതൃത്വത്തോട് ചേർന്ന് പോകുന്നില്ല, പകരം സഭ വെല്ലുവിളിക്കുന്നു. ഇതാണ് ആ പുരോഹിതൻ അയച്ച കത്താണത്. അശ്വത്തിൽ എത്രയോ നിന്ദ്യവും മോശവുമായ രീതിയിലാണ് ഇടവക ജനത്തിന് അദ്ദേഹം സ്വീഡിഷ് പ്രസൻറ്റ് ചെയ്തത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം ഇതിന് മുമ്പിലത്തെ ഒരു ഓടിക്കകത്താണ് ഇത് പിശാചിൻ്റെ ആണെന്ന് പറഞ്ഞ് അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അങ്ങനെ പറയുന്നവൻ നാവ് ഒരിക്കലും പിന്നെ പൊങ്ങില്ല എന്ന് പറയാൻ കാര്യം അതാണ്. ഇത്രയും വർഷങ്ങൾ നമ്മൾ തല്ലുകൊണ്ടുപോയി നടന്നവരാണ്, ഇനി തല്ലുകൊള്ളാൻ തയ്യാറല്ല. ഞാൻ കഴിഞ്ഞ ഒരു 20 ദിവസക്കാലം, കഴിഞ്ഞ നവംബറിലാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ മാറി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ആ പ്രാർത്ഥന ദിവസങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, അധികാരത്തിൻ്റെ ഇരുമ്പ് ദണ്ട് തരണമേ, എതിർക്കുന്നവനെ തകർക്കാൻ ശക്തി തരണമേ. ഇതായിരുന്നു ആ പ്രാർത്ഥന. അധികാരത്തിൻ്റെ ഇരുമ്പ് ദണ്ട്. കാരണം ഇത്രയും നാളും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് അത് മനസ്സിലാക്കാൻ ആരെ കൊണ്ടും പറ്റിയില്ല. ആക്രമിക്കാൻ, നശിപ്പിക്കാനുമാണ്, അവഗണിക്കാനാണ് ശ്രമിച്ചത്. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആ പുരോഹിതൻ വഴി സംഭവിച്ചു. പക്ഷേ ശുശ്രൂഷ നടത്തപ്പെട്ടു. നമ്മൾ കുറച്ച് പേര് മാത്രം വന്നു, കുറച്ച് മലയാളികൾ മാത്രം ഉണ്ട്. ശുശ്രൂഷ നടത്തപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ആ സമയത്ത് UK ശുശ്രൂഷ ഉണ്ടായിരുന്നു. വീണ്ടും 2024 ഫെബ്രുവരി മാസം 24-ാം തീയതി അയർലൻഡ് തന്നെ അതിൻ്റെ തലസ്ഥാനമായ ഡബ്ലിനിൽ ഒരു ശുശ്രൂഷ നടത്തപ്പെട്ടു. ഫെബ്രുവരി മാസം 24-ാം തീയതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ഇപ്പോൾ നിങ്ങൾ ഓഡിയോ നിങ്ങൾ കേട്ട് കാണും. വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഈ മനുഷ്യരെ സ്വർഗ്ഗഭോഗികളായി പിടിച്ചുകൊണ്ടുപോയ സാത്താനെ തകർക്കാൻ വേണ്ടിയാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ രാജ്യം നശിപ്പിക്കാൻ വരികയാണ്. അതങ്ങനെ അവിടെ സംഭവിച്ചു. അതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ച് മാസം 8-ാം തീയതി അയർലൻഡിൽ ഒരു വോട്ടെടുപ്പ് നടന്നു. ആ വോട്ടെടുപ്പ് ഇതായിരുന്നു: അതായത് വിവാഹിതരല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗഭോഗികളെ കുടുംബം എന്ന ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നിയമം. കാരണം ലോകത്തിലെ ആദ്യ ഒരു കത്തോലിക്ക രാജ്യം എന്ന് അറിയപ്പെടുന്ന അയർലൻഡ്
അവിടെ അനേകം സ്വർഗ്ഗഭോഗികളുണ്ട്. അവർക്ക് കുടുംബത്തിൻ്റെ പരിരക്ഷ കൊടുക്കാൻ പാർലമെൻറ്റ് നിയമം കൊണ്ടുവരികയാണ്. അവരും കുടുംബമാണ്. അങ്ങനെയുള്ള ആ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ജനത്തിൻ്റെ ഹിതം ആരാഞ്ഞ് ഒരു വോട്ടെടുപ്പ് നടത്തി. ഇതിനു മുമ്പ് 2015 അത് മെയ് മാസത്തിലാണ്, 2015 മെയ് മാസത്തിൽ അവർ ഇതുപോലൊരു റഫറൻഡം ഹിതപരിശോധന നടത്തി. ഈ സ്വർഗ്ഗഭോഗം അനുവദിക്കണമോ വേണ്ടയോ? അതിൽ 62% ആൾക്കാർ വോട്ട് ചെയ്തു, വേണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, അന്ന് 2015 62% ആൾക്കാർ വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ സ്വർഗ്ഗഭോഗ നിയമം ലോകത്തിൽ ആദ്യമായി അയർലൻഡിൽ പാസ്സാകും, ഒരു കത്തോലിക്ക രാജ്യത്ത്. അതിനുശേഷമാണ് വളരെ വേഗത്തിൽ മറ്റനേക രാജ്യങ്ങൾ പാസ്സാക്കി. അതേ രാജ്യത്താണ് ഈ കഴിഞ്ഞ 2024 മാർച്ച് മാസം 8-ാം തീയതി അവിടെ വീണ്ടും ഒരു റഫറൻഡം, ഒരു ഹിതപരിശോധന നടത്തപ്പെടുകയാണ്. ഈ സ്വർഗ്ഗഭോഗികളെ ഇവരെ കുടുംബമായിട്ട് അംഗീകരിക്കണോ വേണ്ടയോ? ആ റഫറൻഡത്തിൽ അതിനെതിരായി വോട്ട് ചെയ്തത് 67%, 7 പോയിൻ്റ് ആൾക്കാരെ അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. ഹല്ലേലൂയ. സ്വർഗ്ഗഭോഗം വേണമെന്ന് പറഞ്ഞ് 62% ആൾക്കാർ വോട്ട് ചെയ്തെടുത്താണ്. അതേ രാജ്യത്താണ് സ്വർഗ്ഗഭോഗികളെ കുടുംബമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് 67.7% ആൾക്കാർ വോട്ട് ചെയ്തു. ഹല്ലേലൂയ. ഇനി മറ്റൊരു നിയമങ്ങൾ കൊണ്ടുവന്നു. സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീയെ ഒരു വേറൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. കുടുംബനാഥയല്ല, കുടുംബത്തിൻ്റെ അങ്ങനെ സ്വീകരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് ഒരു നിയമം ഉണ്ടായിരുന്നു. അതിനെതിരായി 73.9% ആൾക്കാർ വോട്ട് ചെയ്തു. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഐറിഷ് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ഗൂഗിളിൽ കിട്ടുമത്. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് മാത്രം വായിക്കുകയാണ്. സമ്മറി ഓഫ് ദ ഡേ. അയർലൻഡ്സ് ലിയോ വർദ്കർ, ദ പ്രൈം മിനിസ്റ്ററാണ്, പ്രധാനമന്ത്രി, ഹാസ് അനൗൺസ്ഡ് ഈ സ്റ്റാൻഡിംഗ് ഡൗൺ ആസ് ലീഡർ ഓഫ് ദ ഫൈൻ ഗെയിൽ പാർട്ടി and will also step down from his role as Prime Minister as soon as a replacement is selected by his party. The Irish leader's decision comes after the government's crushing defeat in a dual referendum. അതായത് അയർലൻഡിൽ നടത്തപ്പെട്ട ഈ വോട്ടെടുപ്പിന് ശേഷമാണ്, വലിയ പരാജയത്തെ തുടർന്നാണ് പ്രധാനമന്ത്രി രാജിവെച്ചത്. ഹല്ലേലൂയ. നോക്കണം, ദൈവത്തിൻ്റെ ആത്മാവിടെ എങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. നിങ്ങൾ മനസ്സിലായോ? ഞാൻ കൃത്യമായ ഡേറ്റല്ല ഞാൻ പറഞ്ഞത്. ഫെബ്രുവരി മാസം 24 രണ്ടാമത്തെ സെഷൻ ഡബ്ലിൻ നടത്തപ്പെട്ടത്. ആ ഫെബ്രുവരി മാസം സെഷൻ നടത്തപ്പെടുന്ന അതേ സമയത്ത് ലണ്ടനിൽ ശുശ്രൂഷയുണ്ടായിരുന്നു. അത് 3ാമത്തെ ശുശ്രൂഷയായിരുന്നു ലണ്ടനിൽ. പക്ഷേ അയർലൻഡ് വേറൊരു രാജ്യമാണ്. ഈ UK ശുശ്രൂഷ കഴിഞ്ഞിട്ട് നേരെ അയർലൻഡിലേക്ക് പോകുന്നത്. അവിടെ നടത്തപ്പെടുന്നത് 2024 ഫെബ്രുവരി മാസം 24 ആ ശുശ്രൂഷയിൽ നടത്തപ്പെട്ടത് ഇതിനു വേണ്ടി തന്നെയാണ്. ഈ സ്വർഗ്ഗഭോഗത്തിന് ആദ്യം തകർക്കപ്പെടണം. കാരണം അയർലൻഡ് എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവിൻ്റെ രാജ്യമാണ്. അനേകം നൂറ്റാണ്ടുകളായി അവിടെ കത്തോലിക്ക രാജ്യമാണ്. പരിശുദ്ധ മറിയം ആ രാജ്യത്തിൻ്റെ രാജ്ഞിയാണ്. ഇന്നും അതെ. പക്ഷേ അങ്ങനെ ഒരു രാജ്ഞിയായി നമ്മൾ ചിന്തിച്ച് നോക്കണമേ, ആ രാജ്യത്തിൻ്റെ രാജ്ഞിയായി നിൽക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ കാൽ കീഴിൽ നിന്നാണ് ഇത്രമാത്രം ഈ 63% ആൾക്കാരെ ദൈവത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. സ്വർഗ്ഗഭോഗം വേണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തത് എത്രമാത്രം വലിയൊരു അപമാനമാണ്, നിന്ദനമാണ് സാത്താൻ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതെന്ന് ഓർത്ത് നോക്കി. ഒരു കത്തോലിക്ക രാജ്യത്ത് സംഭവിച്ചതാണ്, വേറെ രാജ്യമല്ല, കത്തോലിക്ക രാജ്യത്ത്, അതും പരിശുദ്ധ മറിയം രാജ്ഞിയായ ഒരു രാജ്യത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞത്, അങ്ങനെ കന്യാമരത്തെ അപമാനിച്ച പിശാചിൻ്റെ കന്നത്ത് അടിക്കണ്ടയോ, അവൻ്റെ തലയെ തകർക്കണ്ടേ ചോദിച്ചത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് അയർലൻഡ് വരുന്നതെന്നും ആ ഓഡിയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ സംഭവിച്ചോടെ. അവിടെ ആ രാജ്യത്താണ് 67% ആൾക്കാർ, അല്ല 68% ആൾക്കാരാണ് ഈ പുതിയ നിയമത്തിന് എതിരായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ BBC ഒക്കെ ഭയങ്കര അന്വേഷണമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായി. നിസ്സാര കാര്യമല്ല. കാരണം അവരിത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് 2018 അവർ അബോർഷൻ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ 66% ആൾക്കാർ വോട്ട് ചെയ്തു.
അനുകൂലിച്ചുകൊണ്ട്. ശിശുക്കളെ വധിക്കാനുള്ള അനുവാദം കൊടുത്തുള്ള നിയമം കൊണ്ടുവന്നതിന് മുമ്പ് ഇവർ ഇതുപോലെ ഹിതപരിശോധന നടത്തി 66% ആൾക്കാർ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അത് സംഭവിച്ചത് 2018 2015 സെയിം സെക്സ് മാരേജിന് വേണ്ടി വോട്ട് ചെയ്യുന്നു. 2018 ഇതെല്ലാം നോക്കണം. പിശാച് ഇങ്ങനെ അത്ര വലിയ ആധിപത്യം കൊണ്ടുനടത്താണ്. ഈ 2024 വളരെ വ്യക്തമായി ഈ അതേ രാജ്യത്ത് 67% ആൾക്കാർ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ചെന്നുകൊണ്ട് പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർത്തത് കൊണ്ടാണ് ആ മനുഷ്യർ അപ്രകാരം മാറി വോട്ട് ചെയ്യാൻ കാരണമായിട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, സ്പിരിറ്റിൻ്റെ അഭിഷേകം അത് യുദ്ധം ചെയ്യുന്ന അഭിഷേകമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിക്കെതിരെ നിൽക്കുന്ന സകല നിയമങ്ങളെ തകർക്കാൻ ശക്തിയുള്ളതാണ് സ്പിരിറ്റിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും അവിടെ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെതിരൊന്നും പ്രസംഗിച്ചൊന്നുമില്ല. പക്ഷേ പ്രസംഗിച്ചത് ഈ ഗേയക്കെതിരെയാണ്, സ്വവർഗഭോഗത്തിനെതിരെ, അതിന് പിന്നെ സാത്താനെതിരെയാണ് വചനം പ്രസംഗിച്ചത്, ബന്ധിച്ച് പ്രാർത്ഥിച്ചതും. അത് ബന്ധിക്കപ്പെട്ടു. അതിന് ബന്ധിക്കുന്ന അടിയമകൾ, അശുദ്ധാത്മാക്കൾ ബന്ധിക്കപ്പെട്ടപ്പോൾ ആ ജനങ്ങൾ സ്വതന്ത്രരായി, സുബോധമുണ്ടായി. അവർ ദൈവത്തിന് വേണ്ടി വോട്ട് ചെയ്തു, ഗവൺമെൻറ് തോപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കുറേയേറെ റിപ്പോർട്ടുകളുണ്ട്. വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അങ്ങനെ അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയധികമായി ഈ ഗേ മാരേജിന് വേണ്ടി, സ്വവർഗഭോഗ വിവാഹത്തിന് വേണ്ടി അനുകൂലമായി ഈ വോട്ട് ചെയ്ത ജനം, അതിലും അധികമായി 61% പേര് വോട്ട് ചെയ്തെങ്കിൽ 68% ആൾക്കാർ എതിരായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു. അതിന് കാരണം എന്ത്? BBC-യും അനേകം ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ആർക്കും അറിയില്ല. ഈ കേരളത്തിൽ നിന്ന് പോയ ഏതാനും പേര്, ഒരു സൈന്യം മുതൽ എവിടെ നിന്ന് വരെ ഞങ്ങൾ 2 പേരാണ് പോയത്. ഞാനും ജോയി ബ്രദറുമായിരുന്നു. പിന്നെയുള്ളത് അവിടെയുള്ള ഏതാനും സഹോദരങ്ങൾ. പക്ഷേ കരബലത്താലും സൈന്യബലത്താലുമല്ല, ആത്മാവിനാൽ അത്രേ ദൈവയുദ്ധം ചെയ്യിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ ഒത്തിരി സന്തോഷപ്രദമാണ്. സന്തോഷപ്രദം എന്ന് പറയാവില്ല, അഭിഷേകം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരിക കഴിഞ്ഞ കാല സംഭവങ്ങളിലൂടെ. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഒരു പ്രധാനമന്ത്രി മരണശൈലിയിൽ കിടന്നപ്പോൾ ടോം ബ്രദറും കാസ്റ്ററും പ്രാർത്ഥിച്ചു, പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ പ്രധാനമന്ത്രിക്ക് ജീവൻ നൽകി. ഇന്ന് അദ്ദേഹം തുടരുക. എന്നാൽ അയർലൻഡിലെ ശുശ്രൂഷയിൽ ഏറ്റവും ഒടുവിൽ അവിടെ നടത്തിയ ശുശ്രൂഷയിൽ ടോം ബ്രദർ അന്നിവിടെ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത വലിയ ആനന്ദവും സന്തോഷവുമാണ് ജോബി ബ്രദറിനും ടോം ബ്രദറിനും തിരിച്ചു പോയപ്പോൾ. അവിടെ പങ്കെടുത്ത ആൾക്കാർ ചെറിയൊരു സമൂഹമുള്ളൂ. അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എങ്കിലും അറിയാം ആത്മാക്കളുടെ രക്ഷയുടെ, അവർക്ക് സന്തോഷമാണ്. പക്ഷെ നമുക്കിവിടെ ഈ അഭിഷേകം, അധികാരം എവിടെ നിന്ന് വീരുന്നു? അധികാരത്തെ ഇല്ലായ്മ ചെയ്യുവാനും അധികാരം കൊടുക്കാനും ഈ അഭിഷേകത്തിന് ശക്തിയുണ്ടെന്നുള്ള വളരെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ആ പ്രധാനമന്ത്രി തൻ്റെ അധികാരം സ്വന്തം മനസ്സിലാക്കി, പ്രജകൾ അല്ലെങ്കിൽ ജനത വിധിയെഴുത്ത് തനിക്കെതിരെയാണ് എന്ന് ബോധ്യം വരികയും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാതെ പരാജിതനായി രാജിവെച്ച് മാറുക. ഒരു വലിയ രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ തിന്മ ഒരുമിച്ച് ജനഹൃദയങ്ങളിൽ എത്രമാത്രം ആഴത്തിൽ പ്രവർത്തിക്കുന്നു. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു. ഒരു തിന്മയ്ക്ക് അനുകൂലമായി ചിന്തിച്ച അതേ ജനത തന്നെ മറിച്ച് ഒരു നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പ്രാപ്തമാക്കിയ അഭിഷേകം, അത്രമാത്രം ശക്തിയുള്ള അഭിഷേകം. അതാകെ 2 പേരെ ചെയ്തുള്ളൂ. അവിടെ വലിയൊരു സമൂഹമൊന്നും പോയില്ല, വലിയൊരു ക്രൗഡൊന്നും അവിടെ കൂടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അഭിഷേകത്തിൻ്റെ പ്രവൃത്തി ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ എത്രമാത്രം വലുതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, ഇന്ന് ഇന്ത്യ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിനിധികളൊക്കെ വിദേശ രാജ്യത്തെ, ഇന്ത്യയിലുള്ള വിദേശത്തുള്ള നയതന്ത്ര പ്രതികളൊക്കെ പറഞ്ഞത് ഇത്രയും വേഗം തകർന്നു പോകും, 3-4 ദിവസം കൊണ്ട് അതിൻ്റെ കഥ കഴിയും, ഉക്രൈൻ എന്ന രാജ്യം കാണില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ ടോം ബ്രദർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ടോം ബ്രദർ കുറേ ദിവസം എൻ്റെ പിന്നാലെ തന്നെ നടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉക്രൈനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഇതേവരെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവിടെ അയാൾ പരാജയപ്പെട്ടിട്ടില്ല, വിജയിച്ചിട്ടില്ല. രണ്ടും ഒരു എന്താ പറയുന്നത്, ഒരു പുതിയ തേങ്ങ പോലെ, ഒരു
കുഴഞ്ഞ പ്രശ്നമായിട്ട് അങ്ങനെ നിൽക്കുക. എന്നാലും ഉക്രൈൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ്, അത്രമാത്രം വലിയൊരു അഭിഷേകം അവിടെ പ്രവർത്തിച്ചിട്ട് എത്രമാത്രം നമ്മളതിനെ അഭിനന്ദിക്കണം, എത്രമാത്രം പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുത്ത്, വലിയ പ്രകടനമാണ്. അങ്ങനെ അത്ര തന്നെ അതിനേക്കാൾ വളരെ പ്രധാനമാണ് ഈ അയർലൻഡിൽ സംഭവിച്ചത്. ഐറിഷ് ജനത മുഴുവനും മാറ്റിമറിക്കപ്പെട്ടു. അപ്പം ഇനിയും ശുശ്രൂഷകൾ അവിടെ നടത്തി കഴിയുമ്പോൾ ശരിക്കും അതൊരു പഴയ അവസ്ഥയിലേക്ക് മറിഞ്ഞു തിരിഞ്ഞു വരും. അവിടെ എതിർത്ത വൈദികർക്കോ മലയാളി വൈദികർക്കോ അല്ല അവിടെയുള്ള വൈദികർക്കോ ഒന്നും ഈ സംഭവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രമാത്രം അതിന് വില കൊടുത്ത് നിൽക്കുന്നുണ്ടോ അത്രമാത്രം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അപ്പം ദൈവം ഇനി പ്രവർത്തിക്കുന്ന കണ്ട് ഇതേമാതിരി ഓരോ ചെറുതും വലുതുമായ സാക്ഷ്യങ്ങൾ സഭയിലും രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് ഇവിടെ ഇറങ്ങി വന്ന അഭിഷേകം കൂടുതൽ പ്രവർത്തിക്കാൻ പോവുക. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ളൊരു പ്രഖ്യാപനം ഇവിടെ വെച്ച് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. വരും കാലങ്ങളിൽ ഇതുപോലുള്ള വലിയ സംഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി നടന്നുകൊണ്ടേയിരിക്കും. അതൊരു തുടർ പ്രക്രിയയായി ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇറ്റലി, ജർമ്മനി, UK, അയർലൻഡ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ അതിങ്ങനെ പടർന്നു വരാൻ തുടങ്ങും. അന്നേരമാണ് ശരിക്കും അധികാരികൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ കാത്തിരിക്കുക. നമ്മൾ സഭയിലേക്ക് ഇടിച്ചു കയറുന്നതിന് മുമ്പേ സഭ നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ ശുശ്രൂഷകളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ്, കേരള സഭയായാലും ഭാരത സഭയായാലും ഈ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ് അവർ ഈ അഭിഷേകത്തെ വില കൊടുത്തുകൊണ്ട് ടോമൻ്റെ അടുത്തേക്ക് വരട്ടെ. അല്ലെങ്കിൽ ഒരു ഡിമാൻഡല്ല, വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഒരുപാട് മുട്ടണ്ട എന്നുള്ള ചിന്ത ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഈ ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും KCBCക്കും ഒക്കെ നമ്മളെ ആവശ്യം വരുന്ന കാലം വരും അധികം താമസിയാതെ. ആ ഒരു നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ വളരെ വ്യത്യസ്തമായൊരു ശുശ്രൂഷയാണെങ്കിൽ അത് വളരെ എന്താ പറയുന്നത്, ഒരു നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ അഭിഷേകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ട് ടോംബ്രത്തിലൂടെ അത് പ്രസൻറ്റ് ചെയ്ത് തന്നു. അഭിഷേകത്തിൻ്റെ വീര്യപ്രവർത്തികൾ വരും കാലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കൂട്ടായ്മയിലും സംഭവിക്കുന്നത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇക്കാലം അത്രയും അനുഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.